ഇത് കൊല്ലമ്പുഴയുടെ തെക്ക് ഭാഗമാണ്. കൊല്ലമ്പുഴ ടു മാമം പോകുന്നൊരു റോഡ്. ബൈപ്പാസിൽ കടമ്പാട്ടുകോണം ടു കഴക്കൂട്ടം എന്നുള്ള റീച്ചിനുള്ളിൽ ഏറ്റവും പുരോഗമനം കുറവുള്ളതാണ്. വർക്ക് പുരോഗമിച്ചിട്ടുള്ളത് ഏറ്റവും നമ്മൾ നോക്കുമ്പോഴേക്കും വളരെ കുറവായിട്ടുള്ളത് ഇവിടെയായിട്ടാണ്. ഇതിലിപ്പോൾ ദൂരമായിട്ട് കാണുന്നത് നമ്മുടെ ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള അണ്ടർ പാസേജാണ്. അത് കുറേ നാളുകളായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു, കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുവഴിയുള്ള വർക്കുകളൊക്കെ പെൻഡിങ് ചെയ്ത് തന്നെ ഡിലേ ആവാൻ കാരണം തന്നെ ആ ഒരു കേസായിരുന്നു. ഇപ്പോഴും അതൊക്കെ കോംപ്രമൈസ് ആയിട്ടുണ്ട്. അണ്ടർ പാസേജുകൾ വന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള രീതിയിൽ തന്നെ 2 അണ്ടർ പാസേജ് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ പുരയിടങ്ങൾക്ക് വിശാലമായ പുരയിടങ്ങൾ കിടപ്പുണ്ട്. നാളൊരു സമയത്ത് ഇതൊക്കെ വളരെ തിരക്കുള്ള ബിസി ആയിട്ടുള്ളൊരു ഏരിയയായി മാറുന്നതായിരിക്കും. പക്ഷേ ഇവർ ഈ അണ്ടർ പാസേജ് ചെയ്തതിന് പകരം ഫ്ലൈ ഓവേഴ്സാണ് ചെയ്തിരുന്നെങ്കിൽ താഴെ പാർക്കിങ്ങിനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതൊന്നും നേരത്തെ ആരും അതൊന്നും നല്ലൊരു പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ മിസ്റ്റേക്കായിരിക്കും. നാളെ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഇതുണ്ടാവും, കുറ്റബോധമൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമ്മളിപ്പോഴും അണ്ടർ പാസേജിനുള്ളിലൂടെ അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറുമ്പോഴേക്കും നമ്മൾ കാണാം, ഈ നേരെ പോകുന്നത് ചിറയൻകീഴ് ഒരു പാർക്കുണ്ട്. നമ്മുടെ ഈ ചിറയൻകീഴ് കായലിനോട് അനുബന്ധിച്ചിട്ടൊരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ ആ ഒരു നേരോട്ടാണ് ഇത് പോകുന്നത്, ചിറയൻകീഴ്. കാരണം തൊട്ടടുത്ത് തന്നെ അടുത്തൊരു അണ്ടർ പാസേജും കൂടെ വരുന്നുണ്ട്. അവിടെ ഈ ഹൈവേയുടെ സൈഡിൽ കൂടെ തന്നെ പോകാൻ പറ്റുന്നില്ല. നമ്മുടെ ഇതാണ് ആ ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നത്. നമുക്ക് വലിയ ഇത് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ളതല്ല ആക്ച്വലി, കുറച്ചൊരു ചെറുതാണ്. പക്ഷേ ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇവിടെ വീണ്ടും നമ്മൾ റൈറ്റ് സൈഡ് നോക്കുമ്പോഴേക്കും വിശാലമായ വിശാലമായ ഈ പ്രദേശങ്ങൾ കാണാം ഒഴിഞ്ഞിടക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ടെക്നോ പാർക്കിൻ്റെ ഫേസുകൾ, ഇപ്പോൾ ഫേസ് 1 ഉം 3 ഒക്കെ കഴക്കൂട്ടത്തുണ്ടെങ്കിൽ കൊല്ലത്ത് അടുത്ത് വേറൊരു ഫേസുണ്ട് ടെക്നോ പാർക്കിൻ്റെ. ഇവിടെ വേണമെങ്കിൽ നെക്സ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പ്രപ്പോസൽ എന്തോ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി എന്തോ കൊടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞതും. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ലാൻഡ് ഏരിയയാണ് ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ ആയിട്ടുള്ളതും. ഗവൺമെൻറ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ വിഴിഞ്ഞത്തിൻ്റെ ലോജിസ്റ്റിക്സായിട്ട് ബന്ധപ്പെട്ടൊക്കെ 50 ഏക്കറും 100 ഏക്കറൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇന്നുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു ബങ്കറിങ്ങിനായിട്ട് 100 ഏക്കർ വേണമെന്നും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിനായിട്ട് 50 ഏക്കർ എന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു വാസ്റ്റ് ഏരിയ ഹൈവേയുടെ പരിസരത്തൊന്നും ഉണ്ടാവത്തില്ല. ഇതൊക്കെ ഒരു ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിശാലമായിട്ട് അവർക്ക് കണ്ടെത്തി എടുക്കാവുന്നതേ ഉള്ളൂ. മുന്നോട്ട് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ ദൂരമായിട്ട് കാണുന്നത് നമ്മുടെ രാമച്ചമ്പുഴ ചിറയൻകീഴ് ടു ആറ്റിങ്ങൽ എന്നുള്ള റോഡിനിടയ്ക്കായിട്ട് വരുന്നൊരു ഓവർ പാസ്സാണ്. മുകളിൽ കൂടെ പോകുന്നൊരു റോഡാണ്. അടിയിൽ കൂടെ ആയിരിക്കും ഹൈവേ പോകുന്നത്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അതാണ് നമ്മൾ ദൂരെ കാണുന്നത്. അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും കാണാം. കാരണം ഇപ്പോഴും നമ്മൾ വന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഹൈവേ ഏകദേശം നന്നായിട്ടൊക്കെ പണികൾ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും സൈഡിലൂടെയുള്ള റോഡിലൂടെ ഉണ്ട്. അതിൻ്റെ മെയിൻ ഹൈവേയുടെയും വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ രാമച്ചമ്പുഴ മുകളിലോട്ട് കയറുകയാണ്. മുകളിലോട്ട് കയറുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ലെഫ്റ്റ് സൈഡോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് പണി കുറച്ചൊക്കെ നന്നായിട്ട് ഇവിടെ ഇപ്പോൾ പട്ടികളൊക്കെ കിടപ്പുണ്ട്. മനുഷ്യരൊന്നും അധികം വരാത്തതുകൊണ്ടാണ്. ഈ രാമച്ചമ്പുഴ ടു മാമോ എന്നുള്ളൊരു ഏരിയയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് മുൻപിലത്തെ വീഡിയോയിൽ ഒരു നൈറ്റ് റൈഡാണ് ചെയ്തത്. കാരണം വളരെ റോഡ് വളരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധികം വാഹനങ്ങൾ ഓടാത്തൊരു ഏരിയയാണ്. എന്നാൽ മെഷീൻസും മറ്റുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകളുണ്ട്, കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റുകൾ, അതുപോലെ തന്നെ ബിറ്റ്വീൻ മിക്സിംഗ് പ്ലാന്റുകൾ. ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഓൾറെഡി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടതൊരു ക്രെയിനാണ്. ഇത് നമുക്ക് എന്തിനായിട്ടുള്ളതാണ്, ഇതിൻ്റെ ബൂംസ് വെച്ചിട്ട് നമുക്കിതിൻ്റെ സ്ലാബുകളൊക്കെ ഉയർത്തുന്നതിനും അങ്ങനത്തെ ആ ടൈപ്പ് ഒരു ക്രെയിനായി കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ രാമച്ചമ്പുഴ ഇവിടെയായിട്ട് നമ്മൾ താഴെ കൂടെയായിട്ടാണ് ഇപ്പോഴും ഈ ടാറിട്ട ഭാഗത്തൂടെ ബസ്സുകൾ ഓടുന്നുണ്ട്. ഇപ്പോഴും ജസ്റ്റ് ആറ്റിങ്ങൽ ടു ചിറയൻകീഴ് പോകുന്ന ബസ്സുകളൊക്കെ ഓടുന്നതിനായിട്ട് ആ ടാറിട്ട ഏരിയ. ഇവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ
എന്താണ് വർക്ക് ഒട്ടും ആകാത്ത രീതിയിലുള്ള പ്രദേശങ്ങളാണ് കാണാൻ കഴിയുന്നത്. കാരണം രണ്ട് വശങ്ങളിലും പഴയ റോഡുകളൊക്കെ പൊളിച്ചുകൊണ്ടിട്ടിരിക്കുന്ന പഴയ വേസ്റ്റുകളൊക്കെ ഇട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തൽക്കാലം. ഇതൊരു ബാക്ക് ഈ സൈഡിലൊക്കെ ഇതിൻ്റെ റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന വേസ്റ്റൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇത് റോഡ് ഓടിച്ചു പോകുന്നത് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നന്നായിട്ട് റോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ. അതുകൊണ്ട് തന്നെ വളരെ വിജനമായിട്ടുള്ളതാണ്, ആരും അധികം യാത്ര ചെയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ട്രാഫിക് നമ്മുടെ ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനായിട്ട് അതാ പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനായിട്ട് ലേഡീസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഏരിയ ആയിട്ടാണ് ഇപ്പോഴും ഈ ഹൈവേകൾ മിക്കവരും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെയും ഇവിടെയായിട്ടാണ് ആക്ച്വലി നമ്മൾ നോക്കുമ്പോഴേക്കും ഏറ്റവും ഒഴിഞ്ഞ ഏരിയ കാണുന്നത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുമ്പോഴേക്കും വളരെ വിശാലമായിട്ടുള്ള ഏക്കർ കണക്കുള്ള ഏരിയകൾ വെറുതെ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ വിഴിഞ്ഞത്തിനായിട്ട് നമ്മളിപ്പോൾ ഹാർബറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പോകുമ്പോഴേക്കും സെൻറ്റിന് 20 ലക്ഷം രൂപയും അതിന് മുകളിലൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത്. ഏകദേശം എന്താ 10 lakhs-ൻ്റെ എബോവ് ഇപ്പോഴത്തെ പ്രൈസൊക്കെ ചോദിക്കുന്നതൊക്കെ തന്നെ. അപ്പോഴങ്ങനെ വരുമ്പോഴേക്കും അവിടെ ലോജിസ്റ്റിക്സിനും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കും ഭൂമി കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷേ അവർ വിഴിഞ്ഞത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലേ എടുത്തിരുന്നെങ്കിൽ വളരെ ചെറിയ ചെലവിൽ കിട്ടുമായിരുന്നു. അതുപോലെ ഇവിടെയും ഇപ്പോഴേ അവർ സ്ഥലം കണ്ടെത്തി ഈ ഹൈവേയോട് ചേർന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല സ്ഥലം കിട്ടാനില്ല. അപ്പോൾ പ്രീ പ്ലാൻഡായിട്ട് ഇപ്പോഴേ തന്നെ അവർ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഈ ഏരിയ കണ്ടെത്തിയിട്ട് ഇവിടെ എന്തൊക്കെ വരുത്താമെന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ട്. കാരണം ഇനിയിപ്പോൾ മെട്രോയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് RRT ട്രെയിനൊക്കെ ആണെങ്കിൽ ചെറു നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഇവിടേക്ക് മെട്രോയുടെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയായിട്ടാണ് ഇത് കാണുന്നത്. ട്രിവാൻഡ്രം ആറ്റിങ്ങലിൻ്റെ നഗര പ്രദേശമാണ്, എന്താണ് ഹൃദയ പ്രദേശമാണ്, ഹൃദയഭാഗമാണ്. വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് ഇവിടെ നിന്നൊരു 2 kilometers കാണത്തുള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ഇതിന് മുൻപത്തെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്രയും വളരെ അടുത്തായിട്ടുള്ളൊരു ഏരിയയാണ്. നേരത്തെ പ്രീ പ്ലാൻഡായിട്ട് കണ്ടെത്തി. ഇതൊക്കെ ഇപ്പോഴും നമ്മൾ കാണുന്നത് ഇവിടുത്തെ കുന്ന് ഇടിച്ച് വലുതാക്കിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഒരു അത്രത്തോളം ഇതായിട്ടില്ലായിരുന്നു, വളരെ നാരോ ആയിരുന്നു. ഇപ്പോഴും കുറച്ച് വൃത്തിയാക്കി വലുതാക്കിയിട്ടുണ്ട്. ദൂരമായിട്ട് കാണുന്നത് നമ്മുടെ പ്ലാന്റുകളാണ്, മിക്സിങ് പ്ലാന്റുകൾ, കോൺക്രീറ്റ് മിക്സിങ്, അതുപോലെ തന്നെ നമ്മുടെ ടാറിന് വേണ്ടിയിട്ടുള്ള റോഡിന് വേണ്ടിയിട്ടുള്ള മിക്സിങ് പ്ലാന്റുകളൊക്കെയാണ് കാണുന്നത്. കുറച്ച് ഇത് വീണ്ടും ടാറിന്ന് മാറിയിട്ട് വീണ്ടും ചെളിയിട്ട റോഡിലൂടെ പോവുകയാണ്. അത് ആക്ച്വലി വാഹനങ്ങളൊന്നും ഓടാറില്ല. ഈ വർക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ടാങ്കർ ലോറി, വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയോ അല്ലെങ്കിൽ നമ്മുടെ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന വലിയ ഇതുണ്ട്, എന്താണ് ക്യാരിയേഴ്സുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ റൈറ്റ് സൈഡിലൊക്കെ നോക്കിയ സ്ഥലങ്ങളൊക്കെ വിശാലമായിട്ട് കിടക്കുന്നത്. ഇപ്പോഴേ ഒക്കുപ്പൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് നല്ലതായിട്ടുള്ളൊരു നഗരം ഡെവലപ്പ് ചെയ്യുന്നതിന് ബെസ്റ്റ് സ്ഥലമാണ്. അതൊക്കെ വളരെ പ്ലാൻഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ റോഡിനായിട്ടുള്ള ഈ ഹൈവേയുടെ പണിക്കായിട്ടുള്ള മെറ്റലുകളും അതുപോലെ തന്നെ സാൻഡ്, മെറ്റൽ സാൻഡൊക്കെ ഉണ്ടല്ലോ, പി സാൻഡ്, എം സാൻഡ്, അങ്ങനത്തുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ദൂരെയായിട്ട് നമുക്ക് ഇവിടെ മിക്സിങ് പ്ലാന്റുകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കറായി കാണുന്നത് റോഡ് പണിക്കായിട്ടുള്ള വെള്ളം. ഇത് ഹൈ ടെമ്പറേച്ചറിൽ നമ്മുടെ ബിറ്റുമിനും മറ്റുള്ള ഇതൊക്കെ ഇത് ചെയ്യുന്നതാണ്. അതിനുള്ള ഫർണസും അതുപോലെ തന്നെ ഈ പൊടിപടലങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിനായിട്ടുള്ള സെറ്റപ്പ് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അത് റൈറ്റ് സൈഡാണ് മെഷീൻസ്. ഇത് നമ്മുടെ ഡംപ് കാരിയർ, നമ്മുടെ ടിപ്പർ ലോറി. ആ ദൂരെ കാണുന്നതാണ്, അത് 3 കാണുന്നത് വലുത് 3 കാണുന്നത് മറ്റേ ഞാൻ അതിലോട്ട് കാണിക്കാം.
ഇത് കാണുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സിമൻറ്റ് പൗഡറിൻ്റെ രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത്. സിമൻറ്റ് പൗഡർ രൂപത്തിലൊക്കെ മിക്സ്. അപ്പോൾ ഇതിൽ പൊടിപടലങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൈഫോണുകളെന്നാണ് പറയുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വലിയ വലിയ ട്യൂബുകൾ, 3 ട്യൂബുകൾ കാണിച്ചിരിക്കുന്നത് സൈഫോണുകളാണ്. ഇവിടെ നമ്മൾ കണ്ട് വീണ്ടും അപ്പോൾ ഈ പൊടിപടലങ്ങളോട് കൂടിയ സാധനം കൊണ്ടുപോകുന്ന കാരിയറാണ് ഈ കാണുന്നത്. അപ്പോഴും സാധാരണ ടിപ്പറിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ സിമൻറ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ മിക്സ് ചെയ്യാത്തതാണെങ്കിലും ശരി, ഇതിന് പൊടിപടലങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനുള്ള ലോറികളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ കണ്ട കോൺക്രീറ്റ് ബാച്ചിങ് പ്ലാന്റ് എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് ബാച്ചിങ് പ്ലാന്റ് അല്ലെങ്കിൽ അസ്ഫാൾട്ട് ബാച്ചിങ് പ്ലാന്റുകൾ എന്നൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന പ്ലാന്റുകൾ. ഇതൊക്കെ ഒരു പ്ലാന്റ്, ആക്ച്വലി മിനി പ്ലാന്റുകളാണ്. ഇവർ സെറ്റ് ചെയ്ത് എല്ലാ തരത്തിലുള്ള പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ വലിയ ടിപ്പർ ലോറീസൊക്കെ കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് സിമെൻറ്റ് കൊണ്ടുപോകുന്ന സിമെൻറ്റ് ബൾക്കറുകളാണെങ്കിൽ ഇപ്പോഴും നമ്മൾ കാണുന്നത് ടിപ്പറുകളാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് പറയുമ്പോഴേക്കും നിരത്തുന്നതാണ്. നമ്മുടെ ലെവലിങ്ങിന് ചെയ്യുന്ന, റോഡ് ലെവലിങ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വലിയ വണ്ടികളായി കാണുന്നത്. ലെവൽ ചെയ്യുന്നതിനായിട്ടുള്ളതാണ്. ഗ്രേഡർ, മോട്ടോർ ഗ്രേഡർ എന്നാണ് പറയുന്നത്. മോട്ടോർ ഗ്രേഡറിനോ അല്ലെങ്കിൽ റോഡ് ഗ്രേഡർ എന്നൊക്കെ അറിയപ്പെടുന്ന മെഷീനാണ് അത് നമ്മൾ കണ്ടത്. ക്രെയിനുകൾ, അതുപോലെ തന്നെ കോൺക്രീറ്റ് പാനൽസ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചിരിക്കുന്ന ഒരു യാർഡ്, വലിയൊരു യാർഡ്. നമ്മുടെ ഈ NH ഹൈവേയുടെ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലും ഉള്ള റോ മെറ്റീരിയൽസ് മൊത്തം ഇട്ടിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടെ നിന്നാണ് ആവശ്യത്തിന്. നമ്മുടെ സൺസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിററിലൂടെ, റിയർ വ്യൂ മിററിൽ കൂടെ നോക്കുമ്പോഴേക്കും ബാക്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും സൺസെറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര. സൺസെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും ഏകദേശം ഹൈവേയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ദൂരെ നോക്കുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് വാഹനങ്ങൾ പോകുന്നത് കാണുന്നുണ്ട്. ഇനി ചെറിയൊരു ഇറക്കമാണ്, ഇത്രയുള്ളൊരു ഇറക്കം. റൈറ്റ് സൈഡിലൊക്കെ ഇത് ചെറിയ ഇട റോഡുകൾ, മാമത്തോട്ട് പോകുന്നുള്ള കുഞ്ഞു റോഡുകൾ. മെറ്റീരിയലൊക്കെ നമ്മുടെ വലിയ വലിയ മെറ്റൽ റോഡ്സൊക്കെ ഇട്ടിട്ടുണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇത് പാലത്തിൻ്റെ പണിയിട്ട് ഇവിടെ മാമത്തിൻ്റെ പാലം വരുന്നുണ്ട്. നമ്മുടെ വാമനപുരം നദിക്ക് കുറുകെയായിട്ട് പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഉള്ള അയൺ റോഡ്സാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ ഇനി ദൂരം പോകുമ്പോഴേ ഇവിടെ വേ ബ്രിഡ്ജ് കാണാം. വേ ബ്രിഡ്ജിൽ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഈ വണ്ടികളിൽ സാധനങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും വേ ബ്രിഡ്ജിൽ കയറ്റിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതിന് വേണ്ടിയിട്ടുള്ളൊരു വേ ബ്രിഡ്ജ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ദൂരമായിട്ട് ടാങ്കറുകൾ കിടക്കുന്ന കാണാം. വാട്ടർ ടാങ്കറുകൾ അതൊക്കെ കിടക്കുന്നു റൈറ്റ് സൈഡിലായിട്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇനി വളരെ ചെറിയൊരു നാരോ വഴിയാണ്. അതുവഴി നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴേക്കും നമ്മൾ ഹൈവേയിലോട്ട് ടച്ച് ചെയ്യും. ഇത് അധികം ആൾപ്പാർപ്പുള്ള ഏരിയ അല്ല. കുറച്ച് വിജനമായ പ്രദേശങ്ങളും ഇടയ്ക്കൊരു ഹൈവേയും. പിന്നെ ഈ പണിക്കാരൊക്കെ മാത്രമേ ഉള്ളൂ. ഹിന്ദിക്കാരും ബംഗാളികളൊക്കെ ഉള്ളൂ. അവരൊക്കെ. പിന്നെ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് RDS കമ്പനിയായിരുന്നു ഫസ്റ്റ് എടുത്തത്. RDS പ്രോജക്ട്സ് എന്നുള്ള കമ്പനിയായിരുന്നു. ഇവർ കറക്റ്റ് ടൈമിൽ ചെയ്യാത്തതുകൊണ്ട് പിന്നെ അവർ RKS ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളൊരു കമ്പനിക്കായിട്ട് കൈമാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇടതോട്ട് തിരിയുന്നത് മാമത്തോട്ടും, റൈറ്റ് സൈഡ് തിരിയുന്നത് അങ്ങോട്ട് പോകുന്നു, കിഴക്കോട്ടം പോകുന്നതാണ്. ഇതാണ് RKSൻ്റെ ബിൽഡിങ്ങാണ് ഈ റൈറ്റ് സൈഡ് കണ്ടത്. ഇത് നമ്മൾ പോകുമ്പോഴേക്കും മാമത്തിൻ്റെ പഴയ പാലം കാണാം. ഈ ഹൈവേയുടെ പാലം വരുന്നതിൽ തൊട്ടായിട്ടൊരു പഴയ പാലം കാണും. റൈറ്റ് സൈഡ് കണ്ട വാമനപുരം നദിയാണ്. റൈറ്റും ലെഫ്റ്റും കാണാം. എന്നാൽ ഇതല്ല ബ്രിഡ്ജിന് പുതുതായിട്ട് വലിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ഇതാ സ്ഥലം അതിന് വേണ്ടിയിട്ടാണ് ഈ നിരത്തുന്നത്. ഇപ്പോൾ ഈ നിരത്തിയിട്ടിരിക്കുന്ന ഭാഗമാണ് ഇനി ഹൈവേ ആയിട്ട് മാറി ഈ വാമനപുരം ആറിനെ ക്രോസ് ചെയ്ത് നമ്മൾ വന്ന റോഡിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഹൈവേയിലോട്ട് എത്താവുന്നേ. ഇത് ചെറിയൊരു സബ് റോഡെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഹൈവേ ആയിട്ട് മാറും. അതിനായിട്ടുള്ള റോഡാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇപ്പോഴും ഇവിടെ എന്താണ്
ഇതിനായിട്ട് കിടക്കുന്നുണ്ട്, പട്ടികളൊക്കെ വന്ന് കിടക്കുന്നത്. വേറെ മനുഷ്യരുടെ ഇതൊന്നും, യാത്രക്കാർ ചെറുതായിട്ടുള്ള ഇതിനടുത്ത് താമസമുള്ളവരൊക്കെ ജസ്റ്റ് വണ്ടി യാത്ര ഇങ്ങനെ ചെയ്ത് അങ്ങ് പാസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ മനുഷ്യ ഇതൊന്നും ഇല്ല. മനുഷ്യരുടെ പെരുമാറ്റമോ ഇതൊന്നും ഇല്ലാത്തൊരു ഏരിയ, മനുഷ്യവാസം ഇല്ല ആക്ച്വലി ഈ ഏരിയയിലോട്ടൊന്നും. എന്നാൽ നാളൊരു സമയത്ത് ഏറ്റവും കൂടുതൽ ബിസിയാകാൻ പോകുന്നൊരു പ്രദേശമാണ്, ആറ്റിങ്ങലിൻ്റെ നഗരഭാഗമായിട്ട് മാറാൻ പോകുന്നൊരു പ്രദേശമാണ് നമ്മൾ ഈ പാസ് ചെയ്ത് പോയത്. കാരണം ഇത്രയും വിശാലമായ ഏരിയ ഇല്ല. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെയോ ടെക്നോ പാർക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവരാൻ ഹൈവേയോട് ചേർന്നിട്ട് ഇത്രയും വിശാലമായൊരു സ്ഥലം നമ്മൾ കണ്ടെത്താൻ സാധിക്കത്തില്ല. എന്തായാലും നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വിവരണം ഇഷ്ടപ്പെട്ടു, യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.